തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള ആദ്യ CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം അല്പസമയത്തിനകം ആരംഭിക്കും. തൃശൂർ നഗരസഭാ മേയർ വിഷയവും തെരഞ്ഞെടുപ്പ് തോൽവിയും മുഖ്യ ചർച്ചാ വിഷയമാണ്. മേയർക്കെതിരെ അവിശ്വാസം കൊണ്ടുവരണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുമെന്നാണ് വിവരം. അഖിൽ വിവരങ്ങൾ നൽകും. അഖിൽ, തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ആദ്യ യോഗം CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ചേരാൻ പോവുകയാണ്. എന്തൊക്കെ വിവാദങ്ങൾ ചർച്ചയാകും? CPM-നെതിരെ വിമർശനമുയരാനിടയുണ്ടാകുമോ ചർച്ചയിൽ? ദിവ്യ, ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം ആദ്യമായി ചേരുന്ന തൃശൂർ CPI-യുടെ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗമാണ് അത് ചേരുന്നത്. ഈ CPI സംബന്ധിച്ചോളം ഏറെ പ്രതീക്ഷ നൽകിയത് അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ചിരുന്ന ഒരു മണ്ഡലമായിരുന്നു തൃശൂർ എന്ന വിജയിക്കുമെന്ന പല ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നു. പക്ഷെ അവിടെ ഒരു കനത്ത തോൽവിയിലേക്ക് CPI പോയിരുന്നു. പ്രധാനമായും ഇന്ന് ചേരുന്ന യോഗത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് പരാജയം തന്നെയാണ് ഇന്ന് പ്രധാനമായും CPI-യുടെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. ഇത് സംബന്ധിച്ച വിഷയങ്ങളൊക്കെ തന്നെ ഉന്നയിക്കപ്പെടും. ഏത് രീതി എന്താണ് ഈ പരാജയത്തിലേക്ക് പോയത്, ഏതെല്ലാം രീതിയിൽ പാളിച്ചകൾ സംഭവിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരും. മറ്റ് ജില്ലകളിലൊക്കെ ഉണ്ടായതിന് സമാനമായ ഒരു വിഷയം സർക്കാർ വിരുദ്ധമാണ് ഈ തോൽവിക്ക് കാരണം എന്ന രീതിയിൽ ഈ ചർച്ചകൾ അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് CPI മേയർ തർക്കം. മേയർക്കെതിരെ തുടർച്ചയായി CPI രംഗത്ത് വരിക ചെയ്തിരുന്നു. ആ വിഷയം, മേയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇന്നത്തെ യോഗത്തിൽ എന്തായാലും ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ആ കാര്യം ഉന്നയിക്കുമെന്നാണ് അറിയുന്നത്. കാരണം മേയർക്കെതിരായിട്ടുള്ള അതൃപ്തി CPI പരസ്യമായി വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത് ആ കാര്യം കൂടി ഇന്നത്തെ യോഗത്തിൽ ഉയരും എന്നുള്ള കാര്യമാണ് നമുക്ക്. CPI തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് യോഗം ഉടൻ ചേരും. തെരഞ്ഞെടുപ്പ് പരാജയം വിലയിരുത്തുക എന്ന് തന്നെയാണ് യോഗത്തിലെ പ്രധാന അജണ്ട. മറ്റു വിവാദങ്ങളും ചർച്ചയായേക്കും. അഖിലാണ് വിവരങ്ങൾ നൽകിയത്.